ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ വാഹനത്തിലിടിച്ച കാറിന്റെ ഡ്രൈവർ മദ്യപിച്ചിരുന്നുവെന്ന് കണ്ടെത്തിയിരിക്കുന്നു. പത്തനംതിട്ട ഇലന്തൂരിലെ മാത്യു തോമസിനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഇന്നലെ രാത്രി വാമനപുരത്ത് വെച്ചാണ് ധനമന്ത്രി സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു. പറയൂ അലക്സ്, വിശദാംശങ്ങൾ. ഇന്നലെ രാത്രി 10:15 കൊട്ടാരക്കര ഭാഗത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന മന്ത്രിയുടെ വാഹനം അപകടത്തിൽപ്പെടുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ട ഇലന്തൂരിലേക്ക് പോവുകയായിരുന്ന വാഹനം അത് ടാറ്റയുടെ വാഹനമാണ്. ഈ വാഹനം ടാറ്റ നെക്സോൺ EV ഈ വാഹനം മറ്റൊരു കാറിലിടിച്ച് അതിനുശേഷം എതിർഭാഗത്ത് നിന്ന് വന്ന മന്ത്രിയുടെ കാറിലേക്ക് ഇടിക്കുകയായിരുന്നു. ഡോറിന്റെ ഭാഗം 2 ഡോറുകളും ചളുങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കാറിനുള്ളിലുണ്ടായിരുന്ന മന്ത്രി അടക്കമുള്ളവർക്ക് പരിക്കുകളില്ലാതെ രക്ഷപ്പെടുകയായിരുന്നു. തൊട്ടു പിന്നാലെ വന്ന അരുവിക്കര MLA ജി സ്റ്റീഫൻ തൊട്ടു പിന്നാലെ വരികയായിരുന്നു. ജി സ്റ്റീഫൻ MLAയുടെ വാഹനത്തിൽ മന്ത്രിയെ തിരുവനന്തപുരത്തേക്ക് കയറ്റിവിടുകയായിരുന്നു. ഇന്നലെ തന്നെ വെഞ്ഞാറമൂട് പോലീസ് ഈ കാർ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിൽ ഈ കാർ ഓടിച്ചിരുന്ന ഡ്രൈവറെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഇയാൾ മദ്യപിച്ചിരുന്നതായി ഈ വൈദ്യപരിശോധനയിൽ കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി മാത്യു തോമസിനെയാണ് ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഇയാളാണ് മദ്യപിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. ഇയാളുടെ വാഹനം പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇയാൾ ഇന്നലെ കസ്റ്റഡിയിലെടുത്തതിനു ശേഷം വിട്ടയച്ചിട്ടുണ്ട്. ഇയാൾക്കെതിരെ വെഞ്ഞാറമൂട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിഴ എന്താണെങ്കിലും ഇയാൾ അടയ്ക്കേണ്ടി വരുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇയാളെ വിട്ടയച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.